ഇന്ന് മീനം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2024 ഗ്രഹസ്ഥിതി അനുകൂലമായും പ്രതികൂലമായും എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നും ഏതേത് വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുമാണ് പറയാനായിട്ട് പോകുന്നത്. മീനം രാശിയിലെ 2.25 നക്ഷത്രം പൂരിട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി അടങ്ങിയതാണ്. മീനം രാശിക്കാർക്ക് 2024 ഗ്രഹസ്ഥിതി പൊതുവിൽ ഒരു സമ്മിശ്രമായ ഫലമാണ് കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ പൊതുവിൽ മീനം രാശിക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാശിയാണ് മീനം രാശി. കാരണം ബുദ്ധിയും ബോധവും ചിന്താശേഷിയും തൊഴിൽപരമായ അഭിവൃദ്ധിയും തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥമായ സമീപനവും പുലർത്തുന്ന വ്യക്തികളാണ് മീനം രാശിക്കാർ. അതിന് കാരണം ചന്ദ്രഭവനാധിപതിയായ ഗ്രഹത്തിന് കർമാധിപത്യം ഉള്ളതുകൊണ്ടും അത് വ്യാഴമായതുകൊണ്ടും മീനം രാശിയായതുകൊണ്ടും ഒക്കെ തന്നെ അങ്ങനെ പറയാൻ കാരണം. ഹോരാശാസ്ത്രത്തിൽ ദ്യുതി നിധി ധനഭോഗി പണ്ഡിതശ്ചന്ദ്യരാശിയോ എന്നാണ് മീനം രാശിയെക്കുറിച്ച് ആചാര്യൻ പറയുന്നത്. വളരെ ധനസമ്പാദനം നടത്തുന്ന വ്യക്തികളും തൊഴിൽപരമായ കാര്യങ്ങളിൽ ഒരുപാട് അഭിവൃദ്ധികരമായി പോകുന്ന വ്യക്തികളും പാണ്ഡിത്യമുള്ളവരും ഒക്കെ ആയിരിക്കും മീനം രാശിക്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ്. അതിന് കാരണം ഞാൻ പറഞ്ഞു, വ്യാഴത്തിന് 1-10 ഭാവാധിപത്യം ഉണ്ട്. വ്യാഴത്തെ കൊണ്ട് എന്താ ചിന്തിക്കാൻ കഴിയണേ? ജ്ഞാനം സദ്ഗുണമാത്മജം ച സജീവം സ്വാചാരമാചാര്യകം എന്നാണ് ഫലദീപികയിൽ ആചാര്യൻ പറഞ്ഞേക്കുന്നത്. അതായത് വളരെ പ്രാക്ടിക്കൽ നോളജും സദ്ഗുണങ്ങളും. സജീവൻ എന്ന് കഴിഞ്ഞാൽ സജീവൻ എന്നാ എന്താ പറയാൻ പറ്റണേ, എന്താ മനസ്സിലാക്കാൻ പറ്റണേ? മന്ത്രിയാണ്. മന്ത്രിത്വം ഈ കാലഘട്ടമായിട്ടും ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? മന്ത്രി എന്ന് പറയുന്നത് രാജാവിനോട് വളരെ അടുത്ത് അല്ലെങ്കിൽ രാജാവിന് വരെ ഉപദേശം കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയല്ലേ മന്ത്രി. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സുമായിട്ട് വളരെ ക്ലോസ് റിലേഷനിലുള്ള ജോലി ആയിരിക്കാം എന്ന് പറയാം. ടീച്ചേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, ബാങ്കിങ് സെക്ടർ, ഈ വിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ആകാം. വളരെ അല്പബുദ്ധിയായ വ്യക്തികളല്ല. ഏത് വിഷയവും പഠിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് മീനം രാശിക്കാർ. ഈ ബേസിക് ക്യാരക്ടർ എന്തിനാ ഈ 2024 ഫലം പറയുമ്പോൾ പറയുന്നത് എന്ന് ചിന്തിക്കാം അല്ലേ? അതിന് കാരണം ഈ 2023 24 ഗ്രഹസ്ഥിതിയോ ഒന്നും അല്ല മീനം രാശിക്കാർക്ക് തൊഴിൽപരമായ പുരോഗതി ഉണ്ടാക്കുന്ന കാര്യം. അടിസ്ഥാനപരമായി തന്നെ മീനം രാശിക്കാർക്ക് ഈ വിധ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്. പക്ഷേ ഈ 2024 ഗ്രഹസ്ഥിതി ആ അടിസ്ഥാന ക്വാളിറ്റിയെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ ആ ഒരു വ്യാഴത്തിൻ്റെ സ്വാധീനം കുറച്ചുകൂടെ അഭിവൃദ്ധി കൊടുക്കുന്നതാണെന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? കർമാധിപതിയായ വ്യാഴം 2ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 1 മെയ് 2024 വരെയും 2ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മഭാവത്തെ തന്നെ വീക്ഷിച്ചുകൊണ്ടും 1 മെയ് 2024 ശേഷം 3ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമാധിപതി 11ാം ഭാവത്തെ വീക്ഷിച്ചുകൊണ്ടുമാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ കാലഘട്ടത്തിൽ ബിസിനസ് പരമായ പുരോഗതി, തൊഴിൽപരമായ പുരോഗതിയൊക്കെ ഉണ്ടാവും, ധനപരമായ പുരോഗതി ഉണ്ടാവും. വ്യാഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ട്രാൻസ്ഫറിനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ട്രാൻസ്ഫറൊക്കെ ഉണ്ടാവും. അത് ഫസ്റ്റ് മെയ് 2024 മുന്നേ ആണെങ്കിൽ ദൂരദേശത്ത് ട്രാൻസ്ഫറൊക്കെ അല്ലെങ്കിൽ ദൂരദേശവാസമൊക്കെ പറയാൻ കഴിയും. 1 മെയ് 2024 ശേഷമാണ് ദൂരദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, വീടിനടുത്തായിട്ടൊക്കെ ട്രാൻസ്ഫർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 1 മെയ് 2024 ശേഷം അനുകൂലമാണ്. അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ ശനിയെ കൊണ്ട് ഈ ആരോപിച്ച ഫലങ്ങൾക്ക് നേരെ വിപരീതമായ ഫലങ്ങളാണ് ഈ 2024 നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? നഷ്ടഭാവാധിപതിയായ ശനി നഷ്ടഭാവത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ടും ധനഭാവത്തെ വീക്ഷിക്കുന്നത് കൊണ്ടും ധനവരവിന് കാലതാമസം സൃഷ്ടിക്കും ശനിയല്ലേ. ധനം വന്നു ചേരാൻ പലവിധ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. മെയ് മാസത്തിന് ശേഷം സേവിങ്സ് കുറയും, തൊഴിൽ സാധ്യത കൂടും. പരസ്പര വിരുദ്ധമായ ഈ രണ്ട് വളരെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. പരസ്പര വിരുദ്ധമായ 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ശനിയെ കൊണ്ടും വ്യാഴത്തെ കൊണ്ട് ഈ പരസ്പര വിരുദ്ധമായ അനുഭവമാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ധനവരവൊക്കെ ഉണ്ടാവും, എങ്കിലും കൂടുതൽ ചിലവുണ്ടാവും. ശനിയെ കൊണ്ട് ദീർഘകാല വായ്പകളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. അതൊരു പക്ഷേ വീട് വെക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ഒക്കെ വേണ്ടിയിട്ട് ദീർഘകാല വായ്പകളൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. ദീർഘകാലത്തേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ, ചിലപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെയുള്ള സാമ്പത്തിക ബാധ്യത ദീർഘനാളത്തേക്ക് ഉണ്ടാകാം എന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അത് ലാഭനഷ്ടങ്ങൾക്ക് അതിനെ ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഈ കാലഘട്ടം
ലാഭനഷ്ടങ്ങൾക്ക് ഒന്നുപോലെ സാധ്യത ശനിയെ കൊണ്ടും തൊഴിൽപരമായ അഭിവൃദ്ധി വ്യാഴത്തെ കൊണ്ടും പറയാമെന്നുള്ളതാണ്. കുടുംബത്തിനകത്ത് വേണ്ടപ്പെട്ടവർക്ക് ധനസഹായം ചെയ്യേണ്ടി വരും ഈ കാലഘട്ടത്തിൽ. പൊതുപ്രവർത്തനം, ചാരിറ്റി ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യത 2024 വളരെ കൂടുതലാണ്. ബിസിനസ് പ്രോഗ്രസിനായിട്ട് ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഒരു റിട്ടേൺസ് വേഗം കിട്ടണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോഗ്രസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയേണ്ടി വരും. അർഹതയുള്ള പലതും ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അത് 3ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. എന്നാൽ അതിലൊന്നും നിരാശപ്പെടാതെ പഠനത്തിലും തൊഴിലിലും നമ്മുടെ പരിശ്രമത്തിനും ഒരു കുറവും വരുത്താതെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗ്രാജുവലി അത് പ്രോഗ്രസ്സിലോട്ട് പോകുന്നു പറയാൻ കഴിയും എന്നുള്ളതാണ്. കാരണം 3, 10, 11 ഭാവങ്ങളിലെ തൊഴിൽ കർമാധിപതിയുടെ 3, 10, 11 ഭാവങ്ങളിലെ സ്വാധീനം ഇതൊക്കെ നമുക്ക് ആരോപിക്കേണ്ടി വരും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് എന്തായാലും ഉണ്ടാവും. പക്ഷെ കുറച്ച് ഡിലേ പല കാര്യങ്ങളിലും ഉണ്ടാവും. എസ്പെഷ്യലി അത് സാമ്പത്തികമായ വിഷയത്തിലാകും എന്നുള്ളതാണ്. ബിസിനസ്സിൽ നേരിട്ടുള്ള മേൽനോട്ടം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അത് ചില ആൾക്കാർ സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഏൽപ്പിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ആ പണിക്ക് പോകരുത്. ബിസിനസ്സിലോട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ബിസിനസ്സിൽ ഏറ്റവും ഇസറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാമെങ്കിൽ മാത്രമേ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ജാമ്യം, പവർ ഓഫ് അറ്റോർണി ഇതിലൊന്നും ഈ വർഷം ചെയ്യരുത്. അങ്ങനെയൊന്നും പവർ ഓഫ് അറ്റോർണി ഒന്നും ആർക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമില്ലാത്ത ആർക്കും പവർ ഓഫ് അറ്റോർണി കൊടുക്കില്ല. എന്നാലും ആർക്കും അങ്ങനെ പവർ ഓഫ് അറ്റോർണി കൊടുക്കാതിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നല്ലത്. ജാമ്യവും നിൽക്കാനായിട്ട് പോകരുത് ഈ സമയത്ത്. കുടുംബത്തിലുണ്ടാകുന്ന അധിക ചെലവുകൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. കുടുംബത്തിനകത്ത് അധിക ചെലവുകൾ ഉണ്ടാവും, അതൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. 7ര ശനിയുടെ ഈ കാലഘട്ടം വളരെ യാഥാർത്ഥ്യ ബോധമുള്ളവരാക്കി മാറ്റും. പല ഒരു റിയാലിറ്റിയും നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 7ര ശനിയുടെ ഈ കാലഘട്ടം. പൊതുവിൽ മീനം രാശിക്കാർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള വാക്കുകളിൽ മാത്രമേ ശക്തിയുള്ളൂ, മനസ്സിൽ ശക്തിയില്ലാത്ത ആൾക്കാരാണ് മീനം രാശിക്കാർ. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ അതിൽ നിന്ന് ഒളിച്ചോടരുത്, അതിനെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. കടബാധ്യതകൾ, രോഗപീഠകൾ, ബന്ധങ്ങളിലെ അകൽച്ചകൾ ഒക്കെയും 7ര ശനി കാലഘട്ടത്തിൽ പല നഷ്ടങ്ങളും നമുക്ക് ഉണ്ടാകും. അത് തീർത്തും സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമാകണം എന്നൊന്നുമില്ല. സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും ഉണ്ടാകുന്ന അകൽച്ചകളാകാം. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കണം. പാരൻസിൻ്റെയും ഗ്രാൻഡ് പാരൻസിൻ്റെയും ഒക്കെ ആരോഗ്യകാര്യം ശ്രദ്ധ ഉണ്ടാവണം. ലോൺ എടുക്കേണ്ടി വന്നിരുന്നാലും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള കടബാധ്യതകൾ ഉണ്ടാകരുത്. മണി ബിസിനസ്സിലൊന്നും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യരുത്. കുടുംബ ജീവിതത്തിൽ ക്ഷമയും പക്വതയും ആവശ്യമാണ്. പരസ്പരം അനാവശ്യമായ ക്രിറ്റിസിസം ഒഴിവാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനാവശ്യമായ ക്രിറ്റിസിസം ഉണ്ടാവരുത്. സ്പൗസിൻ്റെ പരസ്പരം ഒരു ബഹുമാനം നിലനിർത്തണം എന്നുള്ളതാണ്. സ്പൗസിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. എന്തുകൊണ്ടാണ് അനാവശ്യ ക്രിറ്റിസിസം ഒഴിവാക്കണം എന്നൊക്കെ പറയാൻ കാരണം എന്ന് പറയാം. ഈ മീനം രാശിയുടെ 7ാം ഭാവം എന്ന് പറയുന്നത് ബുധനാണ്. ഈ 7ാം ബുധന് ഈ ക്രിറ്റിസിസം ഉള്ള ഒരു ഗ്രഹമാണ് ബുധൻ. മാത്രമല്ല ഇപ്പം 7ാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്. കൂടുതൽ അനാവശ്യമായ ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അകൽച്ചയിലോട്ട് പോകും. അതുകൊണ്ട് അതൊക്കെ പരസ്പരം ബഹുമാനവും സ്നേഹവും നിലനിർത്തി പ്രവർത്തിക്കാൻ ശ്രമിക്കണം ഈ ഒരു വർഷം. ഐക്യമത്യ സൂക്താർച്ചന എല്ലാ മാസത്തിലൊരു തിങ്കളാഴ്ച ദിവസം ശിവപാർവതി ക്ഷേത്രത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പേരിൽ കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. ബിസിനസ്സിൽ ധനവരവിനുള്ള എല്ലാ സാധ്യതകളും മെയിൻറ്റെയിൻ ചെയ്യണം. ധനം വരുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ആ ക്യാഷ് ഫ്ലോയ്ക്കാണ് ചില ബുദ്ധിമുട്ടോടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ധനം വരില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കലല്ലോ വേണ്ടിയത്. അങ്ങനെയൊക്കെയാണ് ആ പറയുന്ന പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു നമുക്കൊരു ബുദ്ധിയും ബോധം ഉണ്ടാവണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് ആ ക്യാഷ് ഫ്ലോയ്ക്കുള്ള അല്ലെങ്കിൽ ആ ധനവരവിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. വർക്ക് ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഇതിലെല്ലാം ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. കടം കൊടുക്കരുത് മെയിനായിട്ട്. പക്ഷേ കടം കൊടുക്കരുതെന്ന് എനിക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ ചില ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ കടം കൊടുക്കേണ്ടി വരും. കടം കൊടുക്കേണ്ടി വന്നിരുന്നാലും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടാവണം. ആ ധനം തിരിച്ചു വാങ്ങുന്നിടം വരെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് കാരണം ഞാൻ പറഞ്ഞു നഷ്ടഭാവം ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഫലം പറഞ്ഞത്.
അച്ഛൻ്റെ ആരോഗ്യ കാര്യത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടാവണം. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അഭിനയം, പാട്ട്, ഡാൻസ്, എഴുത്ത്, വായന, സ്പിരിച്വൽ സ്റ്റഡീസ് ഇതിലൊക്കെയും താല്പര്യമുള്ള വ്യക്തികൾ അതിനു വേണ്ടിയും കൂടെ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓവർ സ്പീഡ് ഒഴിവാക്കണം. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവണം. ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം. നടുവേദന, വെരിക്കോസിസ് വെയിൻ, വാതജന്യങ്ങളായ പ്രശ്നം, കാലിന് മരവിപ്പ്, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം. കൃത്യമായി ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇതിനൊക്കെ അതൊന്നും നമ്മൾ പൊടിക്കൈയൊന്നും നോക്കാതെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. അഡിക്ഷൻസ് ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ചന്ദ്രനോടൊപ്പമാണ് രാഹു നിൽക്കുന്നത് അല്ലേ, അതായത് മീനം രാശി തന്നെയാണ് രാഹു ഇപ്പോൾ നിൽക്കുന്നത്. അഡിക്ഷൻസ് നിലവിൽ ഉള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിലവിൽ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ മെയ് മാസം കഴിയുമ്പോൾ പരിഹരിക്കാനായിട്ട് ഒരു പരസ്പരം ധാരണയിൽ എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ പുതുതായിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യരുത്. എന്നാലും ഒരു സിംഗിൾ ഓണർഷിപ്പിൽ നിന്നുള്ള സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള ഫോമൊക്കെ തുടങ്ങുന്നതുകൊണ്ട് തെറ്റില്ല. അത് കൂടുതലും വളരെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു ബിസിനസ്സിലോട്ട് പോകാതെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്, ട്യൂഷൻ സെൻറ്റർ ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന് പറയാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ പാർട്ട്ണർഷിപ്പ് ഇൻ കേസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ധാരണയും വ്യവസ്ഥയും അത്യാവശ്യമാണ്. ബിസിനസിന്റെ ഭാഗമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ബിസിനസ് വിപുലീകരിക്കാനായിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, ലോൺ എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല എന്ന് പറയണം. PSC UPSC ടെസ്റ്റ് ഒക്കെ എഴുതുന്നവർക്ക് ആത്മാർത്ഥമായ സമീപനം, ആത്മാർത്ഥമായ പഠനത്തിലൊക്കെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നാൽ മാത്രം ഈ ഒരു വർഷം ജോലി കിട്ടും എന്ന് പറയാൻ കഴിയും. ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. വ്യക്തിപരമായും ധനപരമായും ധാരാളം ഉയർച്ച താഴ്ചകൾ ഈ വർഷം ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും തന്നെയും പഠനത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലം തന്നെയാണ്. IELTSനും OETക്കും ഒക്കെ ഡേറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ 1 മെയ് 2024 മുന്നേ എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് മെയ് മാസം കഴിഞ്ഞു പോയി എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 3ാം ഭാവത്തിൽ നിൽക്കുന്നതും കുഴപ്പമൊന്നുമില്ല. എന്നാലും കൂടുതൽ അനുകൂലം എന്ന് പറയുന്നത് ഇപ്പോൾ സ്പീക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ മെയ്ക്ക് മുന്നേ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് കുഴപ്പമില്ലാത്ത ആൾക്കാർ മെയ്ക്ക് ശേഷം എടുക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് പൊതുവിൽ. ഈ വർഷം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വളരെ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. സയൻറ്റിസ്റ്റ്, റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്, ആസ്ട്രോളജേഴ്സ്, ബ്ലോഗേഴ്സിനൊക്കെയും 2024 വളരെ അനുകൂലം തന്നെയാണ്. മെയ് മാസം വരെയും വിദ്യാഭ്യാസത്തിൽ വളരെ അനുകൂലമാണ്. മെയ് മാസം കഴിയുമ്പോൾ വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങളുണ്ടാവും. പറഞ്ഞു ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എഴുതി ഫലിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ പോകാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള മെയ് മാസത്തിന് ശേഷമാണ്, അതിന് മുന്നേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് CV ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാനായിട്ട്. കലാപരമായ കഴിവുകളുള്ള വ്യക്തികൾക്ക് വളരെ അനുകൂലമാണ്. ഡാൻസേഴ്സൊക്കെ പൊതുവിൽ പാദങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അത് എസ്പെഷ്യലി ഡാൻസേഴ്സൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അശ്രദ്ധമായി നടക്കരുത്. വീഴ്ച, ഒടിവ്, ചതവ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കേതു ദശാകാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അത് വിവാഹിതരാണെങ്കിൽ കുടുംബജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കൂടുതൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ഈ സമയത്ത്. അത് താൽക്കാലികമായ പ്രശ്നങ്ങളാണ്, അത് എന്നെന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. താൽക്കാലികമായ പ്രശ്നങ്ങളാണ്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ കഴിയുമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് വിട്ടുവീഴ്ചയും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ കാലഘട്ട ക്ഷമയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇടപാടുകളൊക്കെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയാണ് ഈ ഒരു വർഷം. വളരെ ലാഭം ഉണ്ടാവുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും ക്യാഷ് ബ്ലോക്കായി പോകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് നാളത്തേക്ക്. നേത്ര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെയും ഈ വർഷം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഷുഗറും BP ഒക്കെ ഉള്ള ആൾക്കാരെ ഇതൊക്കെയും ഷുഗറും BP ഒന്നും കൂടാതെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊന്നും BPയും ഷുഗറും ഒക്കെ കൂടുതലാണെങ്കിലും നേത്രരോഗങ്ങൾ ഉണ്ടാവും. അതിനൊന്നും ഒരു സാഹചര്യം ഉണ്ടാകാതെ ആരോഗ്യപരമായ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കൊണ്ടുപോകണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? രണ്ടാം ഭാവത്തിലോട്ടും ശനിയുടെ വീക്ഷണമുണ്ട്. 12ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നേത്രരോഗങ്ങളെക്കുറിച്ച് പറയാനുള്ള കാരണം. കാലിൽ മുറിവ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതെയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കാലിനെ കുറിച്ച് 2-3 തവണ ഞാൻ പറയാൻ കാരണം?
12ാം ഭാവത്തെ കൊണ്ടും പാദങ്ങളെ ചിന്തിക്കാം, മീനം രാശിയെ കൊണ്ടും പാദങ്ങളെ ചിന്തിക്കാം, പാദത്തെ ചിന്തിക്കാം അല്ലെ. ഈ 12ാം ഭാവത്തിലും പാപഗ്രഹമാണ് നിൽക്കുന്നത്, മീനം രാശിയിലും പാപഗ്രഹമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ, കാലിനൊക്കെ മുറിവ് ചതവൊന്നും ഉണ്ടാവാതെ, ഇൻഫെക്ഷൻസ് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം. റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, സ്പീഡ് ഡ്രൈവ് ഒഴിവാക്കണം, ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത്, കാഴ്ചപ്പാട് ഇതിലൊക്കെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ പ്രത്യജീയ ഹോമവും ജലധാരയും മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസം മഹാദേവന് കൊടുക്കണം. കനകധാരാ മന്ത്രം മീനം രാശിക്കാർ നിർബന്ധമായും ജപിക്കുന്നത് നല്ലതാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കുകളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മീനം രാശിക്കാർക്ക് 2024 ഗ്രഹസ്ഥിതി കൊണ്ട് പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതുമായി ഈ പറഞ്ഞ പൊതുഫലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.